യുദ്ധഭീതിയിൽ പാകിസ്ഥാനിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച ഗൾഫ് രാജ്യങ്ങൾ ആഭ്യന്തര അന്താരാഷ്ട്ര വ്യോമപാതകൾ പാകിസ്ഥാൻ അടച്ചതായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാകിസ്ഥാനിലേക്കുള്ള മുഴുവൻ സർവീസുകളും നിർത്തുകയാണെന്നാണ് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിപ്പിൽ പറയുന്നത്. ദേശീയ വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു നടപടി. കുവൈറ്റ് എയർവേസിന്റെ ലാഹോർ ഇസ്ലാമാബാദ് സർവീസുകൾ മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കുവൈറ്റ് എയർവേസ് കമ്പനി അധികൃതർ ട്വിറ്ററിലൂടെയായിരുന്നു ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമമേഖല അടച്ചതിനെ തുടർന്നാണ് സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സൗദി എയർലൈൻസ് പാകിസ്ഥാനിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. ആഭ്യന്തര അന്താരാഷ്ട്ര വ്യോമപാതകൾ പാകിസ്ഥാൻ അടച്ചതായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സൗദിയുടെയും ഈ തീരുമാനം. ഇന്ത്യയുമായി പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണ് വ്യോമമേഖല പാകിസ്ഥാൻ അടച്ചിട്ടത്. സർവീസുകൾ എന്ന് പുനരാരംഭിക്കും എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി ഖത്തർ എയർവേസും അറിയിച്ചിട്ടുണ്ട്. ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ വഴിയുള്ള വ്യോമപാത അടച്ചിട്ടതിനെ തുടർന്നായിരുന്നു ഖത്തറിന്റെയും നടപടി. യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാകിസ്ഥാനിലേക്കുള്ള മുഴുവൻ സർവീസുകളും നിർത്തിവെക്കുന്നതായാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. അഹമ്മദ് ഇന്റർനാഷണൽ എയർപോർട്ട് വെബ്സൈറ്റിൽ ഫ്ലൈറ്റ് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കറാച്ചി, പെഷവാർ, ലാഹോർ, ഫൈസലാബാദ്, മുൾട്ടാൻ, സിയാൽകോട്ട് എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ ഖത്തറിൽ നിന്നും സർവീസുകൾ ഉള്ളത്. തങ്ങളുടെ മേഖല വഴിയുള്ള വ്യോമപാത പാകിസ്ഥാൻ അടച്ചിട്ടതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ഖത്തർ എയർവേസിന്റെയും വിശദീകരണം. അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ വിദേശകാര്യ മന്ത്രാലയം കൈമാറിയതോടെ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പാകിസ്ഥാൻ ഡെപ്യൂട്ടി കമ്മീഷണർ സയ്യിദ് ഹൈദർ ഷായെ വിളിച്ചു വരുത്തിയാണ് തെളിവുകൾ കൈമാറിയത്. തെളിവുകൾ നൽകിയാൽ ഭീകരർക്കെതിരെ നടപടിയെടുക്കും എന്നാണ് പാക് നിലപാട്. ഇത് എത്രത്തോളം പ്രാവർത്തികം ആകും എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ത്യൻ പൈലറ്റിനെ പിടിച്ചുവെച്ച് പാകിസ്ഥാൻ നടത്തിയ പ്രകോപന പ്രതിഷേധം അറിയിക്കാൻ പാക് ഡെപ്യൂട്ടി കമ്മീഷണറെ ഇന്നലെ വിളിച്ചു വരുത്തിയപ്പോഴാണ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളെക്കുറിച്ചും അതിന്റെ നേതാക്കളെക്കുറിച്ചുമുള്ള തെളിവുകൾ ഇന്ത്യ കൈമാറിയത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഉണ്ടായ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തെളിവ് ലഭിച്ചാൽ ഭീകരർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനും വിദേശകാര്യമന്ത്രി ഷാ മഹദൂദ് ഖുറൈഷിയും പറഞ്ഞിരുന്നു. തെളിവ് കൈമാറിയതോടെ പാകിസ്ഥാൻ നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന പതിവ് പല്ലവി പ്രവൃത്തിപഥത്തിൽ തെളിയിച്ചു കാണിക്കാൻ ഇതോടെ പാകിസ്ഥാൻ നിർബന്ധിതരാകുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന് പാകിസ്ഥാൻ നേരത്തെ നൽകിയ വാഗ്ദാനം കൂടിയാണ് ഇതോടെ പരീക്ഷിക്കപ്പെടുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ നടപടിയെടുത്തില്ല എങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിയും. നടപടിയെടുത്താൽ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ വിജയം കൂടിയാകും അത്. അതേസമയം മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലടക്കം ഇന്ത്യ തെളിവ് കൈമാറിയിട്ടും പാകിസ്ഥാൻ ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.